കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പിടിമുറുക്കുകയാണ് SFI. കേരള സർവകലാശാലയിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജന്മനാടായ ആലപ്പുഴ ജില്ലയിൽ പോലും KSU തകർന്നടിഞ്ഞു. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ചേർന്ന് വളർത്തിയ വിദ്യാർത്ഥി സംഘടന ജന്മനാട്ടിലെ കോളേജുകളിൽ സംപൂജ്യരായി മാറി നാണം കെട്ടു. നാമനിർദ്ദേശ പത്രിക പോലും കൃത്യമായി നൽകാനാവാതെ തകർന്നടിഞ്ഞത് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. ജില്ലയിലെ പ്രധാന കോളേജുകളിൽ പോലും നാമനിർദ്ദേശ പത്രിക നൽകാൻ സാധിച്ചില്ല. സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ഗോകുൽനാഥ് പഠിക്കുന്ന നങ്ങ്യാർകുളക്കര TKMM കോളേജിൽ 2 സീറ്റിൽ മാത്രമാണ് പത്രിക നൽകിയത്. ഇവിടെ പാർലമെന്റ് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ജില്ലാ വൈസ് പ്രസിഡന്റ് ആര്യ കൃഷ്ണ, സെക്രട്ടറി രാഹുൽ രാജൻ തുടങ്ങിയവരും പുനർപ്രവേശനം നേടി പഠിക്കുന്നത് ഇതേ കോളേജിലാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ 52-ൽ 3 സീറ്റിലും മാവേലിക്കര ബിഷപ്പൂരിൽ 3 സീറ്റിലുമാണ് KSU ആകെ പത്രിക നൽകിയത്. കായംകുളം MSM, അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ്, മാവേലിക്കര IHRD കോളേജുകൾ എന്നിവ SFI പിടിച്ചടക്കിയതോടെ ജില്ലയിൽ KSU ഭരിക്കുന്ന കോളേജുകളുടെ എണ്ണം 0 മാറി. ജില്ലാ നേതാക്കൾക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളും നേതാക്കൾ പ്രവർത്തകരെ മാനസികമായി പീഡിപ്പിച്ച സംഭവങ്ങളിൽ നടപടിയൊന്നും സ്വീകരിക്കാത്തതുമൊക്കെ ഈ തിരിച്ചടിക്ക് കനം കൂട്ടി. ഗ്രൂപ്പുകളെയും കാലുവാരലും തമ്മിലടിയുമായപ്പോൾ KSU തകർന്നു വീണു. 10 വർഷത്തിനടുത്ത് തുടർച്ചയായി ഇടതുപക്ഷം ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ KSUവിന് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ്. മൂന്നാമതും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. കനത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ CPMന്റെ വിദ്യാർത്ഥി വിഭാഗമായ SFI വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 9.5 വർഷത്തെ നീണ്ട ഇടവേളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ SFIക്ക് തെരുവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതൊന്നും തന്നെ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ബാധിച്ചിട്ടില്ല. റിസൾട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്ന കാലിക്കറ്റ്, കണ്ണൂർ, MG, കേരള സംസ്കൃത സർവകലാശാലയ്ക്ക് കീഴിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിലും SFI വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. ഇടതുപക്ഷത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി സഖ്യമില്ലാതെ SFI ഒറ്റയ്ക്ക് നേടിയ ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് CPM നേതാക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥി നേതാക്കളെ CPM കളത്തിലിറക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല, നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFI ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരള സർവകലാശാല കീഴിലെ 75 കോളേജുകളിൽ 65 കോളേജിലും SFI വിജയിച്ചു. നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ 45 കോളേജുകളിൽ SFI എതിരില്ലാതെ വിജയിച്ചിരുന്നു. കാവി അജണ്ടയുമായി സർവകലാശാലയെ തകർക്കുവാൻ വന്ന ഗവർണർക്കും VCക്കും എതിരായി SFI എടുത്ത നിലപാടിനുള്ള അംഗീകാരമായാണ് ഈ വിജയത്തെ SFI വിലയിരുത്തുന്നത്. കണ്ണൂർ സർവകലാശാല കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 77 കോളേജുകളിൽ 60 കോളേജ് യൂണിയനുകളും തൂത്തുവാരിയതും SFI തന്നെയാണ്. ഇവിടെയും നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ SFIക്ക് കഴിഞ്ഞു. 39 കോളേജുകളിലാണ് SFI എതിരില്ലാതെ വിജയിച്ചത്. MG സർവകലാശാലയിലെ 123 കോളേജുകളിൽ 103 കോളേജുകളിലും SFI തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. എറണാകുളം ജില്ലയ്ക്ക് അകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 41 കോളേജുകളിൽ 34 എണ്ണത്തിലാണ് SFI വിജയിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന 202 കോളേജുകളിൽ 127 കോളേജുകളിലാണ് SFI ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ലയിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ പല കോട്ടകളും തകർത്താണ് SFI മുന്നേറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന 73 കോളേജുകളിൽ 30 കോളേജുകൾ SFI വിജയിച്ചു. നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ 4 കോളേജുകളിൽ എതിരില്ലാതെ വിജയിക്കാനും SFIക്ക് കഴിഞ്ഞു. ജില്ലയിലെ ആകെ 15 കോളേജുകളാണ് MSF, KSU സംഘടനകൾ നേതൃത്വം നൽകുന്ന UDFൽ നിന്നും SFI തിരിച്ചു പിടിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥി സംഘടനയായി SFI മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സമൂഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. UDFനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഇതെന്തായാലും നല്ല വാർത്തയല്ല.